സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോലേസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവരുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്ക് എത്തുന്നു. റേഷൻ ആനുകൂല്യങ്ങൾ മാത്രമല്ല, മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും റേഷൻ കാർഡ് ഒരു അടിസ്ഥാന ഘടകമാണ്. അതിനാൽ അർഹതയുള്ളവർ മാത്രം മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിൽ ഉൾപ്പെട്ടാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. അനർഹരായവർ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ഒഴിവാകുന്നതിന് വേണ്ടിയും അർഹരായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുക. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ്, APL നീല വിഭാഗത്തിലെ റേഷൻ കാർഡ് ഇവ സമർപ്പിച്ചാൽ മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അനർഹരായവർ ഇപ്പോഴും മുൻഗണനാ വിഭാഗം കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനർഹരായവർ ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്ക് ഇതിന് സാധിക്കുന്നില്ല. അതിനാൽ മുൻഗണനാ കാർഡുകളായ മഞ്ഞ, പിങ്ക് കാർഡുകളും APL വിഭാഗത്തിലെ നീല കാർഡുകളും അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവരും മുൻഗണനേതര വിഭാഗമായ വെള്ള കാർഡിലേക്ക് സ്വമേധയാ മാറുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ നൽകുന്നത്. ഇതിനുശേഷം സർക്കാരിന്റെ പരിശോധന ഉണ്ടാകും. ഈ പരിശോധനയിൽ അനർഹരായിട്ടും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് പിടിക്കപ്പെട്ടാൽ ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതത്തിന്റെ വിപണി വില പിഴ ചുമത്തുകയും വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഉദ്യോഗസ്ഥരാണ് ഈ തിരിമറി നടത്തിയതെങ്കിൽ അല്ലെങ്കിൽ അവരാണ് കാർഡ് പൂഴ്ത്തിവെച്ചിരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ വകുപ്പ് തല നടപടികളും ക്രിമിനൽ കുറ്റവും ചുമത്തുമെന്ന് സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജോലിയുള്ളവർ, സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ, ആദായ നികുതി അടയ്ക്കുന്നവർ, ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ, ഉപജീവനം അല്ലാതെ 4 ചക്ര വാഹനം സ്വന്തമായുള്ളവർ, 25,000 രൂപയോ അതിനു മുകളിലോ ശമ്പളം വാങ്ങുന്ന വിദേശത്തോ നാട്ടിലോ ജോലി ചെയ്യുന്നവർ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കാൻ അർഹരല്ല. ഇതിൽ ഏതെങ്കിലും ഒരു നിയമം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡ് സമർപ്പിക്കണം. താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് റേഷൻ കാർഡുകൾ ഹാജരാക്കാൻ സാധിക്കും. പിന്നീട് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടും. APL വിഭാഗത്തിൽ ഉള്ളവരും വെള്ള റേഷൻ കാർഡിലേക്ക് വേണമെങ്കിൽ ഈ രീതി തന്നെ സ്വീകരിക്കാം. സർക്കാരിന്റെ പരിശോധനയ്ക്ക് മുൻപുള്ള ഒരു പ്രധാന താക്കീതാണ് എല്ലാ ജില്ലകളിലും പരിശോധന ഉണ്ടാകും എന്നുള്ളത്. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ നിങ്ങൾ വാങ്ങിയ റേഷൻ വിഹിതത്തിന്റെ വിപണി വില പിഴ ചുമത്തും. ഇതിനാൽ സ്വമേധയാ മാറുന്നതിനുള്ള ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അർഹരല്ലാത്തവർ അവരുടെ റേഷൻ കാർഡുകൾ സമർപ്പിച്ച് ഈ പരിശോധനയിൽ നിന്നും ഒഴിവാക്കുക. പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഇത് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.